ഹായ് മക്കളെ, ഏപ്രിൽ 26 എന്താണ് പരിപാടി? വലിയ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ പരിപാടി പിടിച്ചാലോ? എന്താണ് ആ പരിപാടി എന്നല്ലേ? ഇതാണ് ആ പരിപാടി. എന്താണ്? ESAT 5.0. അപ്പൊ നിങ്ങൾ ചിലരെങ്കിലും ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ എന്താണ് ഈ സാധനം എന്ന് പറഞ്ഞുതരാം. ESAT എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂപോർട്ട് നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാം ആണ് ESAT. എഡ്യൂപോർട്ട് സ്കോളർഷിപ്പ് എക്സാമുകൾ കുറെ നടത്തുന്നുണ്ട്, അതിലൊരെണ്ണമാണ് ESAT. കേട്ടല്ലോ. ഇനി എന്താണ് സ്കോളർഷിപ്പ് എക്സാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ +1 +2 കഴിഞ്ഞ് മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എൻട്രൻസ് എഴുതി നല്ല മാർക്ക് മേടിച്ച് അല്ലെങ്കിൽ നല്ല റാങ്ക് മേടിച്ച് എന്താണ് ഒരു കോളേജിൽ അഡ്മിഷൻ നേടണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്രാവശ്യം എൻട്രൻസ് എഴുതിയപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് അല്ലെങ്കിൽ നല്ല റാങ്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കും, അല്ലെ? ഈ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കണം. അതിനേക്കാൾ കൂടുതലായിട്ട് ഇത് കുറച്ച് എക്സ്പെൻസ് വരുന്ന പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ എക്സ്പെൻസ് വരുന്ന പരിപാടിയാണ്, കുറച്ച് ചെലവുള്ള പരിപാടിയാണ്, അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്യാഷ് അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമായി വരരുത്. അതിനുവേണ്ടി എഡ്യൂപോർട്ട് സ്കോളർഷിപ്പ് എക്സാമുകൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല മാർക്ക് ആ സ്കോളർഷിപ്പ് എക്സാമിന് മേടിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് 100% എന്താണ് 100% ഫ്രീ സ്കോളർഷിപ്പോടെ എവിടെ പഠിക്കാം? എഡ്യൂപോർട്ടിൽ പഠിക്കാം. 100% എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 രൂപ പോലും തരണ്ട. എന്തൊക്കെ തരണ്ട? നിങ്ങൾ ട്യൂഷൻ ഫീ തരണ്ട, ഹോസ്റ്റൽ ഫീ തരണ്ട, ഫുഡിന് പൈസ തരണ്ട, ഒരു സാധനവും തരണ്ട. നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് 100% ഫ്രീ ആയിട്ട് വന്ന് പഠിക്കാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഈ 100% ഫ്രീ എന്ന് പറഞ്ഞാൽ അത് വെറുതെയാണ്, അത് വെറുതെ പേരിന് പറയുന്നതാണ്. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങളിത് ഈ 5.0 എന്ന് പറയുന്ന ഒരു നമ്പർ ഒന്ന് ആലോചിച്ചേ. നമ്മളിത് അഞ്ചാമത് നടത്തുന്ന ESAT എക്സാം ആണ്. അപ്പൊ ഇതിനു മുമ്പ് 1ാമത്തതും 2ാമത്തതും 3ാമത്തതും 4ാമത്തതും ESAT എക്സാമുകൾ കഴിഞ്ഞു. അപ്പൊ ഇതിന് ഫസ്റ്റ് അല്ലെങ്കിൽ ഇതിന് നല്ല റാങ്ക് മേടിച്ച അല്ലെങ്കിൽ നല്ല മാർക്ക് മേടിച്ച കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമായിരിക്കും. ഇതിൽ നല്ല റാങ്ക് മേടിച്ച അല്ലെങ്കിൽ നല്ല മാർക്ക് മേടിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചാനലിൽ നോക്കാവുന്നതാണ്. അവർക്ക് കൊടുക്കുന്നു, അവരെ വിളിക്കുന്നു, സംസാരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ എക്സാം എഴുതി, അതായത് ESAT എക്സാം എഴുതി നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്കുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് ആണ്. നിങ്ങൾക്ക് ഒരു പൈസ പോലും മുടക്കാതെ എവിടെ പഠിക്കാൻ? നിങ്ങൾക്ക് എഡ്യൂപോർട്ടിന്റെ ക്യാമ്പസുകളിൽ ബെസ്റ്റ് ഫാക്കൽറ്റീസ് നിങ്ങളെ പഠിപ്പിച്ച് കൃത്യമാക്കി തരും എല്ലാ കാര്യങ്ങളും. അതുവഴി നിങ്ങൾക്ക് ഏറ്റവും നല്ല കോളേജുകളിൽ അഡ്മിഷൻ നേടാം. ഓക്കെ അല്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി നിങ്ങൾക്ക് ഇവിടെ സ്കോളർഷിപ്പ് ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് അപ്പൊ 100% കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മാർക്കിനനുസരിച്ചുള്ള സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഇവിടെ തരും. കേട്ടല്ലോ. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണ് എന്ന് കരുതി നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടമാവരുത്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടി ഇവിടെ പഠിക്കാം. കേട്ടല്ലോ. ഇവിടെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ആണ് എന്ന് കരുതി നിങ്ങളെ ചില ക്ലാസ്സുകളിൽ നിന്ന് മാറ്റി നിർത്തുക, അങ്ങനെ പരിപാടിയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇനിയിപ്പോ ഒരു ചാൻസ് ഉണ്ടോ? 4 എണ്ണം കഴിഞ്ഞു, 5ാമത്തെ ആയിട്ട് ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. എന്താണ് ആ ചാൻസ്? നമ്മളുടെ ESAT 5.0 5ാമത്തെ ESAT എക്സാം നടക്കുന്നത് എന്നാണ്? ഏപ്രിൽ 26 ആണ്. അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഏപ്രിൽ 26 എന്താണ് നിങ്ങൾക്ക് പരിപാടി? ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ 80+ സെന്റേഴ്സ് ആണ് കേരളത്തിൽ ഉടനീളമുള്ളത്. എന്താണ്? 80-ലധികം സെന്ററുകൾ കേരളത്തിൽ മൊത്തം ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിത് വെറുതെ തമാശ കളിക്കാൻ നടത്തുന്ന എക്സാം ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിൽ 80-ലധികം സെന്ററുകൾ നിങ്ങൾക്കായി ഈ എക്സാം നടത്താൻ തുറന്നു വെച്ചിരിക്കുകയാണ് ഞങ്ങൾ. ആ 80-ലധികം സെന്ററുകൾ നോക്കിയേ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ വീട് പയ്യന്നൂരാണ്. നിങ്ങൾക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത്, ഇപ്പൊ മിക്കവർക്കും ഇപ്പൊ പയ്യന്നൂർ വീടുള്ള ഒരാളാണെന്ന് വിചാരിച്ചു. അയാൾക്ക് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ചില എക്സാമുകൾ നടത്തുമ്പോൾ കണ്ണൂർ ഒരു സെന്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ണൂർ ഒരു സെന്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ തലശ്ശേരിയിലോ അല്ലെങ്കിൽ കണ്ണൂർ നോർത്തിലോ അല്ലെങ്കിൽ എവിടെയാണ് തളിപ്പറമ്പിലോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ, കണ്ണൂര് തന്നെ എത്ര സ്ഥലങ്ങളുണ്ടെന്ന് നോക്കിക്കടാ. കണ്ണൂരുണ്ട്, തലശ്ശേരിയുണ്ട്, തളിപ്പറമ്പുണ്ട്, പിന്നെ പയ്യന്നൂരുണ്ട്, ഇരിട്ടിയുണ്ട്, മട്ടന്നൂരുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ മെയിൻ സ്ഥലങ്ങളിലും നമുക്കൊരു സെന്റർ ഉണ്ട്.
അപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റൂടാ. ആ 1 മണിക്കൂർ ഒരു എക്സാം നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പയ്യന്നൂരാണ് നിങ്ങളുടെ വീടെങ്കിൽ പയ്യന്നൂര് നമുക്ക് സെന്റർ ഉണ്ടറാ. അവിടെ വന്ന് വെറുതെ ഒരു എക്സാം എഴുതി നിങ്ങളുടെ ഭാഗ്യമല്ല, ഇത് ഭാഗ്യമല്ല, ഭാഗ്യം പരീക്ഷിക്കാൻ ഞാൻ പറയൂല. നിങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് ആ 100% സ്കോളർഷിപ്പും കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവോ. വേറെ പരിപാടിയൊന്നുമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ അത് കൃത്യമാക്കാൻ നോക്കുക. പയ്യന്നൂര് വന്ന് എക്സാം എഴുതുക. അപ്പൊ നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ള ജില്ലകളിലില്ലേ? എല്ലാ ജില്ലയുണ്ട്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂരൊക്കെ നോക്കിയാൽ ചാവക്കാട്, കുന്നംകുളം, വടക്കാഞ്ചേരി എല്ലായിടത്തും ഉണ്ട്. നിങ്ങളുടെ വീടിന്റെ ഒന്നുകൂടി ഇരുന്ന് തപ്പിയാൽ ചിലപ്പോൾ നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തായിരിക്കും ഈ സെന്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾ അന്ന് വേറെ പരിപാടികളുണ്ടെന്ന് പറഞ്ഞ് നമ്മളുടെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ജില്ലകളിൽ ഇല്ലേ എന്ന് ചോദിക്കരുത്. ബാക്കിയുള്ള ജില്ലകളിൽ എല്ലാ മെയിൻ സെന്ററുകളും ഉണ്ട്. എറണാകുളത്തുണ്ട്, ഇടുക്കിയിലുണ്ട്, കോട്ടയമുണ്ട്, ആലപ്പുഴയുണ്ട്, പത്തനംതിട്ടയുണ്ട്, കൊല്ലമുണ്ട്, തിരുവനന്തപുരമുണ്ട്. എല്ലായിടത്തും എക്സാം ഉണ്ട്. നിങ്ങൾ ടെൻഷൻ വിട്. കേട്ടല്ലോ? അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ 80ലധികം സെന്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ എക്സാമിന് അതായത് എഡ്യൂപോർട്ട് ഈ എക്സാമിന് കൊടുക്കുന്ന പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പോ താല്പര്യമുള്ളവരെല്ലാവരും എഴുതുക. റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ വേണോ വേണ്ടയോ ഒന്നും മടിച്ചു നിൽക്കുന്നവരെല്ലാവരും എഴുതുക. നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസോടുകൂടി ഇവിടെ പഠിക്കാം. ഞാൻ പറയുന്നത് എല്ലാവരും നന്നായിട്ട് പഠിച്ച് ആദ്യ റാങ്കുകളിൽ തന്നെ എത്താൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കുക, തകർക്ക്. ഓക്കെ അല്ലേ? അപ്പൊ എന്നാ ഡേറ്റ് മറക്കണ്ട. ഡേറ്റ് എന്താണ്? ഏപ്രിൽ 26. തൊട്ടടുത്ത് വന്നു. ഏപ്രിൽ 26. ഓക്കെ അല്ലേ? ഇവിടെ ഒന്നിലധികം ഷിഫ്റ്റുകൾ ഉണ്ടാവും. അതാണ് അടുത്ത കാര്യം. കേട്ടല്ലോ? ഒന്നിലധികം ഷിഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കണ്ണൂരാണ് നിങ്ങൾ എഴുതാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ്? കണ്ണൂരാണ് നിങ്ങൾ എക്സാം എഴുതാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് രാവിലെ ഒരു പരിപാടി ഉണ്ടെന്ന് വിചാരിച്ചു. രാവിലെ എന്തെങ്കിലും പരിപാടി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞാൽ ഷിഫ്റ്റ് ഉണ്ടാവും. നമ്മൾ ഒരു സെന്ററിൽ ഒരു എക്സാം അല്ല നടത്തുന്നത്. ആ ഷിഫ്റ്റും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോ നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞുള്ള എക്സാം വന്ന് എഴുതിക്കോ, ഒരു പ്രശ്നവും ഇല്ല. അപ്പോ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടാണ് നമ്മൾ എക്സാമുകൾ നടത്തുന്നത്. അപ്പോ സമയം മറക്കണ്ട. എന്നാണ്? ഏപ്രിൽ 26. ഏപ്രിൽ 26. എന്താണ് ഏപ്രിൽ 26 പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പറയണം. എന്ത്? നമ്മുടെ ഇസാറ്റ് എക്സാം ആണ്. ഇസാറ്റ് എക്സാം ആണ്. 5.0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 5ാമത്തതാണെന്നാണ്. ബാക്കി 4 എണ്ണവും നമ്മൾ നടത്തി നല്ലോണം പഠിക്കുന്ന നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ സ്കോളർഷിപ്പ് കൊടുത്തു. നിങ്ങളുടെ മാർക്കിനനുസരിച്ച് അതിനും സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവരെല്ലാവരും വന്ന് എഴുത്, നല്ല മാർക്ക് മേടിക്കുക. നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ടീച്ചേഴ്സൊക്കെ പല സെന്ററുകളായിട്ട് അന്ന് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് കാണുകയും ചെയ്യാം എല്ലാ ടീച്ചേഴ്സിനെയും. ഓക്കെ അല്ലേ? അപ്പൊ തകർക്ക്, എല്ലാവരും വന്ന് എഴുത്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റിപ്പീറ്റ് ചെയ്യുക. ശ്രദ്ധിച്ചടാ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാം. ഇനി രണ്ടാമത് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ 10th കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെന്ന് വിചാരിച്ചു. എന്താണ്? നിങ്ങൾ 10th കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്. ശ്രദ്ധിച്ചു, വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ 10th കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ഈ 10th കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. എപ്പോഴേ? നിങ്ങളുടെ +1 +2 കൂടെ തന്നെ ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു തുടങ്ങാം. അല്ലെ? നീറ്റ് അല്ലെങ്കിൽ JEE പോലുള്ള എൻട്രൻസിന് നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അതിനാണ് നമ്മളുടെ ഇന്റഗ്രേറ്റഡ് സ്കൂളുകൾ ഉള്ളത്. എന്താണ്? നമ്മുടെ ഇന്റഗ്രേറ്റഡ് സ്കൂളുകൾ ഉള്ളത്. ആ ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിലേക്കുള്ള അഡ്മിഷനുകളും നമ്മൾക്ക് എവിടെ നിന്ന് എടുക്കും? നമ്മൾ എന്താണ്? ഈ ഇസാറ്റ് എക്സാമുകൾ നോക്കിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും സ്കോളർഷിപ്പ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ 10th കഴിഞ്ഞിട്ടുള്ള 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കും +1 +2 കൂടെ പഠിച്ചാൽ എന്താണ് ഗുണം? കൂടെ പഠിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഒരു കൊല്ലം മാറ്റി വെക്കേണ്ട. ഇതിന്റെ കൂടെ പഠിച്ച് നല്ല മാർക്ക് +1 +2 കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ നേടാം. ഒരു വർഷം ഒരു ഗ്യാപ്പ് വരില്ല നമുക്ക്. ഇമ്പോർട്ടന്റ് അല്ലേ? അതല്ലേ ഇമ്പോർട്ടന്റ്. അപ്പോ നിങ്ങൾ 10th കഴിഞ്ഞ് ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവര് നിർബന്ധമായിട്ട് എഴുതുക. അപ്പോ ഇനി അടുത്ത സംശയം, എന്തായിരിക്കും സിലബസ്? അതല്ലേ? ഇനി എന്താണ് ഈ എക്സാമിന് ചോദിക്കുന്നത് എന്താണ് എന്നായിരിക്കും നിങ്ങളുടെ സംശയം. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് +1 +2, ശ്രദ്ധിച്ചേ, +1 +2 നിങ്ങൾ എന്താണോ പഠിച്ചത് അതായിരിക്കും നിങ്ങളുടെ സിലബസ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ 10th കഴിഞ്ഞ് ഇന്റഗ്രേറ്റഡിന് വരാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ 10th നിങ്ങൾ എന്താണോ പഠിച്ചത് അതായിരിക്കും നിങ്ങളുടെ സിലബസ്.
അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ 10th സ്റ്റേറ്റ് ആണ് പഠിച്ചത്, അപ്പൊ പ്രശ്നമുണ്ടോ? നിങ്ങളുടെ സ്റ്റേറ്റ് സിലബസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് 10th സ്റ്റേറ്റിലെ കുട്ടികൾക്കുള്ള എക്സാം. അപ്പൊ നിങ്ങൾ പറയും, ഞാൻ CBSE ആണ് പഠിച്ചത്. ഞാൻ CBSE ആണ് പഠിച്ചത്. അപ്പൊ എന്റേത് എങ്ങനെയാണ്? നിങ്ങളുടെ CBSE സിലബസിനനുസരിച്ചാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ സംശയങ്ങളെല്ലാം തീർന്നില്ലേ? അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ? 80 സെന്ററുകൾ ഉണ്ട് നമുക്ക്. 80 സെന്റർ. നിങ്ങളൊന്ന് ആഞ്ഞ തപ്പിയാൽ ചിലപ്പോൾ നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തായിരിക്കും നമ്മുടെ അടുത്ത സെന്റർ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒട്ടും സമയം കളയാതെ, സമയനഷ്ടമില്ലാതെ ഞായറാഴ്ച നിങ്ങൾക്ക് എക്സാം എഴുതാം. നല്ല മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടി തന്നെ ഇവിടെ പഠിക്കാം. നല്ല സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാരന്റ്സിനെ കുറച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതെ നിങ്ങൾക്ക് പഠിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? അവർക്കൊരു ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാവില്ല. കാര്യം എന്താ? നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് നോക്കുന്നത്. അവർക്ക് വലിയ ചെലവുകളില്ലാതെ നിങ്ങൾക്ക് പഠിച്ചിറങ്ങി നല്ല കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അതുകൂടി ശ്രദ്ധിച്ചേക്കുക. നമുക്ക് 80-ലധികം സെന്ററുകൾ ഉണ്ട്. ആ സെന്ററുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, സമയവും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടിപൊളി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എക്സാം. അപ്പൊ താല്പര്യമുള്ളവർ എല്ലാവരും എഴുതുക, നല്ല മാർക്ക് മേടിക്കുക.